നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച സമയം കളയേണ്ട കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു സംഘം പറയുന്നതാണത്. അപ്പൊ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ട്രേസർ പരീക്ഷ എഴുതാനായിട്ട് 20,551 പേരാണ് ട്രേസറിന്റെ പരീക്ഷ എഴുതാനായിട്ട് പോയിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, 20,000 പേര് പരീക്ഷയില് അല്ലെങ്കിൽ അപേക്ഷിച്ചവർ എത്രയാണെന്ന് അറിയാമോ? 30,000 പേര് അടുപ്പിച്ച് അപേക്ഷിച്ചു. അതിൽ കൺഫർമേഷൻ നൽകിയത് 20,000 പേര് എന്ന് പറയുമ്പോൾ 10,000 പേര് എന്ത് ചെയ്യാണ്? അസാധുവായിട്ട് പോവുകയാണ്. കാര്യം നമ്മളിപ്പോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30,000 പേര് അപേക്ഷിച്ച ഒരു പരീക്ഷയിൽ 20,000 പേർക്കാണ് എന്ത് ചെയ്യുന്നത്? കൺഫർമേഷൻ വന്നിട്ടുള്ളത്. 10,000 പേര് അവിടെ എന്ത് ചെയ്യാണ്? അസാധുവായിട്ട് പോവുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്ത് ചെയ്യുന്നില്ല? കൺഫർമേഷൻ കൊടുക്കുന്നില്ല. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതോടുകൂടി നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? കൺഫർമേഷൻ കൊടുക്കാതിരിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു? ഇതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി പരീക്ഷയുടെ കാര്യങ്ങൾ മറന്നു പോകുന്നു. അതോടുകൂടി പരീക്ഷ ചെയ്യുന്നത് അസാധുവായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ പരീക്ഷ എഴുതി ജയിക്കണമെന്നുള്ളവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ ഈ പറയുന്ന കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കളി കയ്യിൽ നിന്ന് പോകും. ഇപ്പൊ തന്നെ 7-8 പരീക്ഷകളുടെ കൺഫർമേഷൻ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ 14 പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 14 അപ്പൊ ഏതൊക്കെ പരീക്ഷകളാണെന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ കഴിഞ്ഞ വീഡിയോ ആണ്, ഇന്നലത്തെ ഇട്ടിരുന്ന വീഡിയോ ഒന്ന് കാണുക. അപ്പൊ അതിനകത്ത് ഞാൻ അത് പറയുന്നുണ്ട്. ഓക്കെ, ഏകദേശം 7-8 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ ആണ് വന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ, ഇനിയും ചെയ്യാനുള്ളവർ ഇന്ന് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലേക്ക് തന്നെ കിടക്കാം, അല്ലെങ്കിൽ അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2025 നടക്കാനായിട്ട് പോകുന്ന നമ്മുടെ പോലീസ് അല്ലെങ്കിൽ CPO, WCPO പരീക്ഷകളുടേത്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷകളിലേക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2025 ഈ പറയുന്ന കോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. ഈ പറയുന്ന 4 പരീക്ഷകൾക്കും കൂടി ചേർത്തിട്ടാണ് 999 രൂപ. അപ്പൊ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ നമ്പർ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 9961169272. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക? വാട്സപ്പിലോ ടെലഗ്രാമിലോ ഇതേ നമ്പറിലേക്ക് തന്നെ ഈ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഈ ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന പോലീസ്, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഈ 4ന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിന്റെ നോട്ട്സ്, അതിന്റെ PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ലഭ്യമായിരിക്കും. ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട, ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, ഇത് വാട്സ്ആപ്പ് നമ്പറാണ് കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മതി അല്ലെങ്കിൽ 2 മതി, പോലീസും ഫയർഫോഴ്സും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പറിലേക്ക് തന്നെ പോലീസ്, ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതിയാവും. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നവംബറിലെ പ്രധാനപ്പെട്ട പരീക്ഷകളും അതിന്റെ അപേക്ഷകരും അതിന്റെ കൺഫർമേഷൻ നൽകിയവരും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങോട്ട് കാണാനായിട്ട് കഴിയും, ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷയിൽ അപേക്ഷിച്ചിട്ടുള്ളത് 9,700 പേരാണ്. കൺഫർമേഷൻ നൽകിയത് 4,800 അസാധുവായത് 4,900 മിടുക്കന്മാരാണ് അല്ലെ. അടുത്ത ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ 14,000 പേര് അപേക്ഷിച്ചു. അതിൽ തന്നെ കൺഫർമേഷൻ 7,000 പേര്, അസാധുവായത് ഏകദേശം 6,900, 7,000 പേര്. അപ്പോൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ നിലവിൽ കൺഫർമേഷൻ നൽകിയത്, അല്ലെങ്കിൽ ഇപ്പൊ 10,000 പേര് കൺഫർമേഷൻ നൽകിയാൽ 5,000 പേര് 10,000 പേര് അപേക്ഷ നൽകിയാൽ 5,000 പേര് കൺഫർമേഷൻ നൽകും, 5,000 പേര് അസാധുവായിട്ട് മാറും. എന്തായാലും അത് ഒരു കണക്കിന് നല്ലതാണ്. കോമ്പറ്റീഷൻ അത്രയും കുറയും അല്ലേ. സയന്റിഫിക് ഓഫീസറിന്റെ പരീക്ഷയുടെ കാര്യത്തിൽ 10,000 പേര് അപേക്ഷ നൽകി, 7,000 പേര് കൺഫർമേഷൻ നൽകി, 2,000 പേര് അസാധുവായി. പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന്റെ കാര്യം നോക്കിയാൽ 16,000 പേര് അപേക്ഷ നൽകി,
അതുപോലെ തന്നെ 11,000 പേര് കൺഫർമേഷൻ നൽകി, 4,000 പേര് അസാധു. ലബോറട്ടറി അസിസ്റ്റന്റ് ആർക്കിയോളജി 21,000 പേര് കൺഫർമേഷൻ നൽകി, 14,000 പേര് 14,000 പേര് കൺഫർമേഷൻ നൽകി, 7,000 പേര് അസാധുവായി. സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ കാര്യത്തിൽ 10,000 അപേക്ഷ നൽകി, 7,000 പേര് കൺഫർമേഷൻ, 3,000 പേര് അസാധു. ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ കാര്യത്തിൽ അതുപോലെയൊക്കെ തന്നെ 15,000 പേര് അപേക്ഷ നൽകി, 8,000 പേര് കൺഫർമേഷൻ നൽകി, 6,000 പേര് അസാധു. സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 9,000 പേര് അപേക്ഷ നൽകി, 7,000 പേര് കൺഫർമേഷൻ നൽകി, 2,000 പേര് അസാധു. അല്ലെ? അപ്പൊ അസാധുക്കളെ കൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേരള PSC തട്ടിയും മുട്ടി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ഓഫീസറിന്റെ കായികക്ഷമതാ പരീക്ഷ 2024 സെപ്റ്റംബർ 24 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ഡ്രൈവറിന്റെ എക്സാം വരുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ അല്ലാത്ത കായികക്ഷമതാ പരീക്ഷ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ 2025 ഫയർമാന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ഫയർമാൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ 300 രൂപ മാത്രമേ ഫയർമാന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള പേയ്മെന്റ് അയച്ചുള്ളൂ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ അടുത്തുള്ളത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അനക്കം വയ്ക്കാതെ നിയമനത്തിന്റെ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് പകുതി കാലാവധി പിന്നിട്ടപ്പോൾ നടന്നത് 23% നിയമന ശുപാർശ എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏകദേശം 1,826 പേരാണ്. നിയമന ശുപാർശ നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനകത്ത് നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് 23% പേർക്ക് മാത്രമാണ് നിയമന ശുപാർശത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, LDC ടൈപ്പിസ്റ്റിൽ നിന്ന് 4 ചോദ്യങ്ങൾ ഒഴിവാക്കി. കോടതികളിൽ 21 പുതിയ തസ്തികകൾ വരുന്നുണ്ട്. ഫീൽഡ് വർക്കറിൽ നിന്ന് 22 തസ്തികകൾ കൂടി വരുന്നുണ്ട്. കേരള ബാങ്കിലേക്കുള്ള ഡെപ്യൂട്ടി പരീക്ഷ ഡെപ്യൂട്ടി മാനേജറുടെ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാര്യം നമുക്ക് നോക്കാം. കേരള ബാങ്കിലേക്കുള്ള ഡെപ്യൂട്ടി മാനേജറിന്റെ തസ്തികയിലേക്കുള്ള നവംബർ 13 നടത്താനിരുന്ന പരീക്ഷ PSC റദ്ദാക്കി. നിശ്ചിത യോഗ്യത നേടിയവരുടെ അഭാവത്തിലാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ റദ്ദാക്കിയത്. ജനറൽ കാറ്റഗറിയിൽ 38 പേരും നമ്മുടെ സൊസൈറ്റി വിഭാഗത്തിൽ 5 പേരുമാണ് ഈ തസ്തികയിൽ അപേക്ഷ നൽകിയിരുന്നത്. ഇവരിൽ ആർക്കും വിജ്ഞാപനത്തിൽ വ്യക്തമായ യോഗ്യതയില്ല. കൊള്ളാം കേട്ടോ, ആർക്കും യോഗ്യതയില്ലാത്തതുകൊണ്ട് പരീക്ഷ റദ്ദാക്കി. അടിപൊളി. അടുത്ത് ലാസ്റ്റ് ഗ്രേഡ് ലക്ഷം കടന്ന് അസാധു അപേക്ഷകർ. എന്താണ് അവസ്ഥയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 11 ജില്ലകളിലായിട്ട് ഏകദേശം 1,28,000 അസാധു അപേക്ഷകളാണ് അസാധുവായി പോയിട്ടുള്ളത്. വിവിധ വകുപ്പുകളിലായിട്ട് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ നവംബർ പരീക്ഷയിൽ കൺഫർമേഷൻ നൽകാനുള്ള തീയതി അവസാനിച്ചപ്പോൾ 11 ജില്ലകളിലായിട്ട് 1,28,440 അസാധുക്കളാണ് അപേക്ഷ അസാധുവായത്. 3,59,000 അപേക്ഷകളിൽ ഏകദേശം 2,31,000 പേര് കൺഫർമേഷൻ നൽകി. ഏറ്റവും കൂടുതൽ അപേക്ഷ അസാധുവായത് തിരുവനന്തപുരം ജില്ലയിലാണ്, 24,000 പേര്. കുറവ് ഇടുക്കിയിലാണ്, 5,700 പേര്. അല്ലേ? അതാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് കണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കൺഫർമേഷൻ നൽകിയത് അസാധു എന്ന് പറഞ്ഞിട്ട് പരീക്ഷകളുടെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. 2/11/2024 അല്ലെ. നവംബർ 2-ാം തീയതിയാണ് LGSന്റെ പരീക്ഷ. നവംബർ 2 നടക്കുന്നുണ്ട്, നവംബർ 23 നടക്കുന്നുണ്ട്, നവംബർ 30 നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 ഡേറ്റുകളിലായിട്ടാണ് LGSന്റെ പരീക്ഷ നടക്കുന്നത്. ഈ പറയുന്ന പരീക്ഷകളിൽ ഏകദേശം 3 ലക്ഷം അപേക്ഷകൾ അപേക്ഷിച്ചതിലാണ് എന്ത് ചെയ്തത്, 1,28,000 പേര് അസാധുവായി പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്താണ്, കൺഫർമേഷൻ ആവശ്യത്തിനുള്ള സമയത്തിന് അല്ലെങ്കിൽ പറയുന്ന സമയത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരുക്കം മുൻപേ തുടങ്ങാം. അപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം മെയിൻസ് പരീക്ഷയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തീർച്ചയായിട്ടും എന്തുണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാവും. സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ബാക്കിയുള്ള പരിപാടികളും നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ 2,321 പേർ ഉൾപ്പെടുന്ന സാധ്യതാ ലിസ്റ്റ് സർവകലാശാല അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് അല്ലെ. നമ്മൾ അറിഞ്ഞതാണ് ആദ്യത്തെ LGS സാധ്യതാ ലിസ്റ്റുമായിട്ട് PSC വന്നിട്ടുണ്ട്. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ മടിച്ച സർവകലാശാലകൾ അല്ലെ. റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് വരില്ല. എന്താണ് അവസ്ഥ? ഇതിനകത്ത് ഇതുവരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് 213 ആണ്. അതിനകത്ത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം 2,321 പേരും അല്ലേ. അപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താലേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ
നമ്മുടെ മെയിൻസ് ലിസ്റ്റ് എഴുതിയത് 48,000 പേരാണ്. അതിൽ നിന്നാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് 2,321 പേരെ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്ന ഒഴിവുകൾ ഇങ്ങനെയാണ്. കണ്ണൂർ സർവകലാശാല റിപ്പോർട്ട് ചെയ്തത് 30 ഒഴിവ്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം 23, വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിലേക്ക് 53, MG 60, കാലിക്കറ്റിലേക്ക് 19, കുഫോസിലേക്ക് 5, അഗ്രികൾച്ചറിലേക്ക് 6, ഹെൽത്ത് സയൻസിലേക്ക് 17, ആകെ മൊത്തത്തിൽ 213. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാല നിയമനം അസിസ്റ്റന്റിലേക്ക് 86 നിയമനങ്ങളോട് വരുന്നുണ്ട്. ഡ്രൈവറിലേക്ക് 14 നിയമനങ്ങളോട് വരുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. തിരുവനന്തപുരം ജില്ലയിൽ 166 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 184, പാലക്കാട് ജില്ലയിൽ 164, മലപ്പുറത്ത് 126, മലപ്പുറത്താണെങ്കിൽ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ 83, വയനാട് 89, കണ്ണൂർ ജില്ലയിലെ 100, കാസർഗോഡാണെങ്കിൽ 80 കേട്ടോ. അപ്പോൾ എന്തായാലും സിവിൽ എക്സൈസ് ഓഫീസർ 2025 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് 9961161272 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, സിവിൽ എക്സൈസ് ഓഫീസർ എന്നൊരു മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് കണ്ണൂരിലേക്ക് 18 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. LDC തിരുവനന്തപുരത്തിലേക്ക് 17 നിയമനങ്ങൾ കൂടി ആവുന്നുണ്ട്. LGS തിരുവനന്തപുരത്തിലേക്ക് 28 നിയമനങ്ങൾ കൂടി നിലവിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ 1371 ഒഴിവുകൾ വരുന്നുണ്ട് കേട്ടോ ശബരിമലയിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതില് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 1350 ഒഴിവുകളാണ്. സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഹിന്ദുക്കളായിട്ടുള്ള പുരുഷന്മാർക്കാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുക. പ്രായം 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇതിനകത്തുള്ള യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI, ഡിപ്ലോമ, ബിരുദം, PG അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് തസ്തികകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ pathanamthitta.nic.in എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ PSC അല്ല, നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 27 ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. കൊച്ചിൻ പോർട്ട് 3 ഫാർമസിസ്റ്റിന്റെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ കേരളത്തിൽ 9+ ഒഴിവുകൾ വരും. തിരുവനന്തപുരത്ത് 9 ഒഴിവുകൾ. തസ്തികകൾ എന്ന് പറയുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസർ, ഡേറ്റ മാനേജിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കൽ ഓഫീസർ, കൺസൾട്ടന്റ് എന്നീ പറയുന്ന തസ്തികകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ ഇന്റർവ്യൂസ്, ബാക്കി എന്ത് പറയുന്നുണ്ട്, ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് KSFE, KSCB അസിസ്റ്റന്റ്, LGS ഇടുക്കി, LDC കൊല്ലം, LPST കാസർഗോഡ്, UPST കോഴിക്കോട് ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അഡ്വൈസുകൾ. അപ്പൊ എന്തായാലും ഇത്രയും വാർത്തകളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ PSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് PSC അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 കോഴ്സ് മതി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് CPO മതി, അല്ലെങ്കിൽ പോലീസ് മതി, അല്ലാന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സ് മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് മതി, അങ്ങനെയാണെങ്കിലും അതിനുള്ള പ്രൊവിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും PSC പഠിക്കുന്ന ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.